മുതിർന്ന CPI നേതാവ് ആർ നല്ലകണ്ണ് അന്തരിച്ചു. 101 വയസ്സായിരുന്നു. ചെന്നൈ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 1992 മുതൽ 2007 വരെ CPI തമിഴ്നാട് സെക്രട്ടറി ആയിരുന്നു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് നൗഫൽ ചേരുകയാണ്. നൗഫൽ, ഒരുപക്ഷെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ധാരകളിൽ ഏറ്റവും മുതിർന്ന ഒരാൾ എന്ന് തന്നെ പറയാം നല്ലകണ്ണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ആരംഭിച്ച പൊതുജീവിതം 8 വർഷത്തോളം നീണ്ട പൊതുജീവിതത്തിനാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് വിരാമമായിരിക്കുന്നത്. തമിഴ്നാട്ടിലെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച്. തമിഴ്നാട്ടിലെ ജാതീയതയ്ക്കെതിരായി അതോടൊപ്പം തന്നെ കർഷക പ്രസ്ഥാനങ്ങൾക്കടക്കം രൂപം നൽകിയ നേതാവ്. എങ്ങനെയാണ് നല്ലകണ്ണിൻ്റെ അന്ത്യം സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ എന്താണ്? സിജു, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യ സമരസേനാനിയുമായ ആർ നല്ലകണ്ണ് അന്തരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി വൃക്ക സംബന്ധമായ അണുബാധയെ തുടർന്ന് ചെന്നൈ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി നില വഷളാവുകയും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. നമുക്കറിയാം, 15ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുകയും തമിഴ്നാട്ടിലെ കർഷക പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു. 13 വർഷക്കാലം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. തമിഴ്നാട്ടിൽ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയും ജാതീയമായി അധിക്ഷേപിക്കപ്പെട്ടവർക്ക് വേണ്ടിയും എക്കാലവും ഉറച്ച ശബ്ദമുയർത്തിയ ഒരാളായിരുന്നു അദ്ദേഹം. ജാതീയമായ അധിക്ഷേപങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയ പദയാത്രകൾ എക്കാലവും ശ്രദ്ധേയമായിരുന്നു. 8 പതിറ്റാണ്ട് നീണ്ട പൊതുജീവിതം അദ്ദേഹത്തിൽ കലാപങ്ങൾക്ക് എതിരെയും അദ്ദേഹം പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചൊരു മനുഷ്യനായിരുന്നു. 1999 കോയമ്പത്തൂരിൽ നിന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ലളിത ജീവിതം കൊണ്ട് എക്കാലവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും കൊണ്ട് ശ്രദ്ധേയനായൊരു വ്യക്തിയായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ വേർപാട്. സിജു, നൗഫൽ, ഒരുപക്ഷെ നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെല്ലാം തന്നെ സ്വാതന്ത്ര്യ സമരവുമായി ഒരു ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്ത് നടമാടിയിരുന്ന ജാതീയതയ്ക്ക്, അതോടൊപ്പം വർണ്ണവ്യവസ്ഥയ്ക്കെതിരായി എല്ലാം നടത്തിയ പോരാട്ടങ്ങൾ, അതോടൊപ്പം തന്നെ കർഷക പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തുന്നതിലടക്കം ഈ നേതാക്കൾക്ക് വലിയ പങ്കുണ്ട്. നേരത്തെ നൗഫൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജാതീയതയ്ക്കെതിരായി പദയാത്ര നടത്തിയ പരിചയമുള്ള ഒരു നേതാവാണ്. എല്ലാ അർത്ഥത്തിലും ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന അർത്ഥത്തിൽ രൂപപ്പെട്ടത് എങ്ങനെയാണ്, സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തത് എങ്ങനെയാണ്, ഇതെല്ലാം ഒരുപക്ഷെ തമിഴ്നാട് ജനത കണ്ടറിഞ്ഞതാണ്. ഇന്നും തമിഴ്നാട്ടിൽ നടക്കുന്ന ജാതീയതയ്ക്കെതിരായ പോരാട്ടത്തിന് ഒരുപക്ഷെ ഒരു വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയതിൽ, ആ പോരാട്ടങ്ങൾക്ക് വലിയ കരുത്ത് പകർന്നതിൽ നല്ലകണ്ണിന് വലിയ പങ്കുണ്ടായിരുന്നു തന്നെ എടുത്ത് പറയേണ്ടി വരുന്നുണ്ട്, അല്ലേ? തീർച്ചയായും സിജു, തമിഴ്നാട്ടിൽ നമുക്കറിയാം എക്കാലവും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിദ്വേഷങ്ങളും ഇതും ഉണ്ടാകുന്നൊരു സംസ്ഥാനമാണ്. അത്തരത്തിൽ അവിടെ കർഷകരെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എക്കാലവും ധീരമായ പോരാട്ടം നയിച്ചൊരു മനുഷ്യനായിരുന്നു. അത്തരത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ വരെ തമിഴ്നാടിൻ്റെ ശബ്ദം, കർഷകരുടെ ശബ്ദം, പാവപ്പെട്ടവൻ്റെ ശബ്ദം രാജ്യത്ത് പാർലമെൻറ്റിൽ വരെ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കർഷകരെയും കെട്ടിപ്പടുക്കുന്നതിൽ എക്കാലവും നിർണായക പങ്ക് വഹിച്ച ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹം. ശരി, നൗഫലാണ് ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.